അങ്ങനെ നമ്മുടെ 2024 അവസാനിച്ചിട്ട് 2025 പ്രവേശിച്ചിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു മാസത്തിലെ നമ്മുടെ മലയാള സിനിമയിലെ ആദ്യത്തെ റിലീസ് എന്ന് പറയുന്നത് ടൊവിനോ തോമസ് നായകനാവുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്ന മൂവിയാണ്. ഒബ്വിയസ്ലി ഒരുപാട് പേര് അതിനുവേണ്ടി ആന്റിസിപ്പേറ്റഡ് ആയിരിക്കാം. ഞാനാണ്. കാരണം അതിന്റെ ട്രെയിലറും മാത്രമല്ല അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ അത്യാവശ്യം പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ത്രില്ലർ മോഡിലോട്ടാണ് പോയിരുന്നത്. സോ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്കെച്ച് എന്താണ് ആ ഒരു മൂവി ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. സോ എന്റെ പേര് ആൽവിൻ എന്നാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ടൊവിനോ തോമസിന്റെ നായക കഥാപാത്രം ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് ആണ്. അതായത് ഒരു ഐ വിറ്റ്നസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരാളുടെ മുഖം സ്കെച്ച് ചെയ്തെടുക്കുന്ന ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ടൊവിനോ തോമസ് ഇതിൽ വരുന്നത്. ആൻഡ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാനുള്ള കാരണം ഇപ്പൊ എല്ലാ മൂവീസിലും ഇതുപോലെ ഒരു പോലീസിനെ സഹായിക്കാനായിട്ട് സ്കെച്ച് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. എന്നാൽ അവരുടെ അതൊരു സെൻട്രൽ പോയിന്റ് ആയിട്ട് വെച്ചുകൊണ്ട് ഒരു മൂവി ഇതുവരെ ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. ആൻഡ് ടൊവിനോ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നുന്നത് അദ്ദേഹത്തിന്റെ മുൻപുള്ള മൂവീസ് പോലെയല്ല ഇപ്പോഴുള്ളതും ഇനി വരാനിരിക്കുന്നതും. സോ ഇത് അതിൽ നിന്നൊരു വെറൈറ്റി ട്രാക്ക് പിടിച്ചിട്ടുമുണ്ട്. ആൻഡ് അതിൽ വിഷ്വൽസ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് തോന്നി. എസ്പെഷ്യലി ആ ഒരു ഫ്ലൈറ്റിൽ വെച്ചിട്ടുള്ള സീക്വൻസ് ഒക്കെ ഇത് മലയാളം സിനിമ തന്നെയാണോ എന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് ഗംഭീരമായിട്ട് തോന്നി. അപ്പൊ ഈ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് ഒരു മിഷൻ അദ്ദേഹത്തിന് എത്തിച്ചേരുകയാണ്. ഇപ്പൊ തൃഷ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് ആ ഒരു വിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോ തൃഷ എന്തോ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു കാര്യം വിറ്റ്നസ് ചെയ്തേക്കാം. ആൻഡ് അത് ടൊവിനോ തോമസ് ആ ഒരു വ്യക്തിയുടെ രേഖാചിത്രം വരച്ചെടുക്കുന്നതാണ് മൂവി ബേസിക്കലി പറഞ്ഞു പോകുന്നത്. ഈ ഒരു മൂവിയുടെ പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് ബേസിക്കലി തോന്നുന്നത് അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫാക്ടർ ആയിട്ട് തോന്നിയത് ഒന്ന് ടൊവിനോ തോമസ് എന്ന് പറയുന്ന ആക്ടർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാസ്റ്റ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പൊ ARM ആയാലും അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഇറങ്ങിയ മൂവീസ് എല്ലാം തന്നെ അത്യാവശ്യം പ്രോമിസിംഗ് ആണ്. ARM ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള മൂവീസ് ആയാലും അത്യാവശ്യം പ്രോമിസിംഗ് ആയിരുന്നു. സോ അങ്ങനെ ഒരു ആക്ടർ ഒരു മൂവി ചൂസ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഞാൻ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടന്റിന്റെ യൂണീക്നെസ് ആണ്. ഇങ്ങനെ ഒരു മൂവി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ. ആൻഡ് പല ഫ്രെയിംസ് നമുക്കൊരു എവിടെയോ കണ്ടു പറഞ്ഞ ഫ്രെയിംസ് ഒക്കെ തരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മലയാളത്തിൽ ഇങ്ങനെ ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ബേസിക്കലി മൂന്നാമതായിട്ട് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോ ഈ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കോ ആയാലും റൈഫിൾ ക്ലബ് അങ്ങനെ മൂവീസ് ഇറങ്ങി ഒരു 2024 എന്ന് പറയുന്ന വർഷം വൻ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി മാറിയത്. ആ ഒരു ചേഞ്ച് നമുക്കിപ്പോ മൂവീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു മൂവി എന്ന് തോന്നി. പക്ഷെ ഇപ്പൊ ബോയൻവില്ലേക്ക് എന്തോ അപ്പോ തിയേറ്ററിൽ അത് വർക്കായി. പക്ഷെ എനിക്ക് അത് OTT കണ്ടപ്പോ ഭയങ്കരമായിട്ട് വർക്കായ ഒരു മൂവിയാണ് ബോയിൻവില്ല എന്ന് പറയുന്നത്. ലൈക്ക് ഒബ്വിയസ്ലി മറ്റേ സീറ്റ് എഡ്ജ് അല്ല, പക്ഷെ സ്റ്റിൽ ഒരു മോശം ചിത്രമല്ല എന്നൊരു തോന്നലാണ്. അപ്പോ ഈ ഒരു കാലം പക്ഷെ സൂക്ഷ്മദർശിനി അതിനുശേഷം ഇറങ്ങിയത് വൻ ഹിറ്റ് ആവും. സോ ആ ഒരു മൂവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സെറ്റർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഞാൻ ഈ മൂവീസിൽ കാണുന്ന ഒരു പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് നെഗറ്റീവ്സ് ആയിട്ട് ഒബ്വിയസ്ലി നെഗറ്റീവ് അല്ല, അതൊരു ചലഞ്ച് ആണ്. അതായത് ഒരു ത്രില്ലർ മൂവി എടുത്ത് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ചലഞ്ചാണ്. ഇപ്പൊ ടൊവിനോനെ അന്വേഷിപ്പിൻ കണ്ടെത്തും ജാനുവരിയിൽ ഇതുപോലെ ഒരു വർഷം മുമ്പ് ഇറങ്ങിയതാണ്. ആൻഡ് അത് സൂപ്പർ മൂവി ആയിരുന്നു. പക്ഷെ തിയേറ്റേഴ്സിൽ എത്ര അതൊരു ഓളം ഉണ്ടാക്കി എന്നുള്ളത് ഇന്നൊരു ചോദ്യചിഹ്നമാണ്. സോ അതുപോലെ തന്നെ ഒരു മൂവി ഇറങ്ങുമ്പോൾ ഇപ്പൊ അന്ന് അന്ന് ഇറങ്ങിയ ഒരു മൂവിയാണ്. അതും അത്യാവശ്യം പ്രൊമോഷനും മെറ്റീരിയൽസും കൊടുത്തില്ലെങ്കിൽ ചിലപ്പോ ഒന്നുകൂടെ ഒന്ന് പുഷായ. ഈ മൂവിക്ക് പ്രൊമോഷൻസ് ഭയങ്കരമായിട്ടില്ല. ഇപ്പോ ലുലുവിൽ ഈ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ നടന്നിരുന്നു. ആൻഡ് അങ്ങനെ ചെറിയ ഇപ്പൊ 2-3 ഇന്റർവ്യൂസ് ടൊവിനോ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ്, അല്ലാതെ വൻ രീതിയിലുള്ള പ്രൊമോഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതൊരു നെഗറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട് പ്രൊമോഷൻ. അതായത് ഇപ്പോ മാർക്കോ എന്ന് പറഞ്ഞ മൂവി ഹിറ്റാവാൻ കാരണം അത് വയലൻസ് ആണ്. അത് എത്തേണ്ടവരിലേക്ക് അവരുടെ മീഡിയ ടീം എത്തിച്ചു. അപ്പോ ഇതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. മൂവീസ് എത്തേണ്ടവരിലേക്ക് എത്തിച്ചാൽ മാത്രമേ അത് വിജയിക്കൂ. സോ ഇവിടെ എത്തേണ്ടവരിലേക്ക് എത്തുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. സോ ഇത്രയുമാണ് എനിക്ക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് ഒന്ന് അനലൈസ് ചെയ്യാൻ സാധിച്ചത്. എന്താണ് നിങ്ങളുടെ തോട്ട്സ്? ഈ ഒരു മൂവി നിങ്ങൾ ആന്റിസിപ്പേറ്റഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ എന്താണ് കാരണം, ആണെങ്കിൽ എന്താണ് കാരണം എന്ന് തീർച്ചയായിട്ടും അറിയില്ല. അടുത്തൊരു വീഡിയോ പ്രതീക്ഷ സൈനിങ് ഔട്ട്.